നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ അന്യരാജ്യങ്ങളിലെ കാര്യങ്ങളും അവർ നടത്തുന്ന രീതികളും അവിടുത്തെ നിയമങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ എപ്പോഴും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ചില രാജ്യങ്ങളിൽ കൗതുകങ്ങളിൽ നിറഞ്ഞ ചില നീക്കങ്ങളും നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അത്ഭുതകരമായി നോക്കുന്നത് ഉത്തര കൊറിയയിലെ ഓരോ നീക്കവുമാണ്. ഇപ്പോഴിത് അവിടെ നിന്നും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഉത്തര കൊറിയയിൽ രാജ്യം വിടാൻ ശ്രമിച്ച 3 പൗരന്മാരെ ജനങ്ങളുടെ മുന്നിൽ അതിഭയാനകമായി ക്രൂരമായി വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുകയാണ്. രാജ്യം വിടാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് പിടിയിലായ 3 പേരെയും പരസ്യമായിട്ടാണ് കൊന്നത്. ഇവരെ തൂണുകളിൽ കെട്ടിയിട്ട ശേഷം ഓരോരുത്തരുടെയും ശരീരത്തിലേക്ക് 90 തവണ വെടിവെക്കുകയായിരുന്നു. ഈ കാഴ്ച കണ്ട പരിഭ്രാന്തരായിരുന്ന ജനങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കത്തിക്കുകയും ചെയ്തു. സോങ് ജോങ് റി എന്ന ഗ്രാമത്തിലാണ് സംഭവം നടന്നത്. ചെറിയ കുട്ടികളുടെ പോലും മുന്നിൽ വെച്ചാണ് ഇത്രയും ക്രൂരമായ രീതിയിൽ ഇവരെ വധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വധിക്കപ്പെട്ട 3 പേരും ഉത്തര കൊറിയയിൽ നിന്ന് ദക്ഷിണ കൊറിയയിലേക്ക് ഇവർ കടക്കാൻ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവരിൽ 2 പേർ സഹോദരങ്ങളാണ്. കഴിഞ്ഞ ജനുവരി 6-ന് ഇവർ തങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യമെല്ലാം ഉപയോഗിച്ച് ഒരു ചെറിയ ബോട്ട് സംഘടിപ്പിച്ച് തെക്കൻ കൊറിയയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. കടുത്ത മൂടൽമഞ്ഞുള്ള സമയമായതിനായിരുന്നു ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. വഴി തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കിയ ഇവർ സമീപത്തു കൂടി കടന്നു പോകുന്ന ഒരു ബോട്ടിലെ യാത്രക്കാരോട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. തങ്ങൾ കണ്ടത് മത്സ്യബന്ധന ബോട്ടാണ് എന്നാണ് ഇവർ കരുതിയത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഉത്തര കൊറിയയുടെ പെട്രോളിംഗ് ബോട്ടായിരുന്നു. തുടർന്ന് ഇവരെ പെട്രോളിംഗ് ബോട്ടിലെ ജീവനക്കാർ വലിച്ചിഴച്ച പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. പിന്നീട് കണ്ണുകളും വായയും മൂടിക്കെട്ടിയതിനു ശേഷം ബന്ദികളാക്കുകയായിരുന്നു. ഇവരെ അതിക്രൂരമായി മർദ്ദിച്ചതിന് ശേഷമാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. സാധാരണയായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ കഴുത്ത്, ഉടൽ, കാലുകൾ എന്നിങ്ങനെ 3 സ്ഥലങ്ങളിലായിട്ടാണ് തൂണിൽ ബന്ധിപ്പിക്കുന്നത്. എന്നാൽ ക്രൂരമായ പീഡനം കാരണം സ്വന്തം ശരീരം പോലും താങ്ങാൻ കഴിയാതിരുന്ന ഇവരെ ശരീരത്തിന്റെ 6 ഭാഗങ്ങളിലായിട്ടാണ് ബന്ധിച്ചത്. തുടർന്ന് അവിടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ രാജ്യത്തെ രാജ്യദ്രോഹികളെ ശിക്ഷിക്കണമെന്ന് അലറി വിളിക്കുകയായിരുന്നു. 10 പേർ അടങ്ങുന്ന സായുധ സംഘം ഓരോരുത്തർക്കും നേരെ 9 വെടികളാണ് ഉയർത്തിയത്. തലയിലും നെഞ്ചിലും കാലിലും ആയിട്ടാണ് ഓരോരുത്തരുടെയും നേർക്ക് വെടിവെച്ചത്. ഓരോ ഇരയ്ക്കും 90 വെടികളാണ് ഏറ്റിരുന്നത്. സംഭവത്തിൽ ദൃക്സാക്ഷികളായിരുന്നവരെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പരസ്യമായി കത്തിക്കുകയായിരുന്നു. കൂറുമാറിയവരെ സംസ്കരിക്കാൻ ഈ രാജ്യത്ത് സ്ഥലമില്ല എന്നാണ് ഈ ഘാതകർ വിളിച്ചു പറഞ്ഞത്. കാഴ്ച കണ്ട പലരും പേടിച്ച് കുഴഞ്ഞു വീണിരുന്നു. രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും ശിക്ഷ എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയായിരുന്നു ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ പരസ്യമായി ഇവരെ കൊന്നത് എന്നാണ് വ്യക്തമാകുന്നത്. വിമാനവേദ തോക്കുകൾ ഉപയോഗിച്ച ആളുകളെ കൊല്ലുന്ന രീതി വരെ ഉത്തര കൊറിയയിൽ ഇപ്പോൾ ഉണ്ട്. അതേസമയം ദക്ഷിണ കൊറിയ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് എത്തുകയാണ്. ഉത്തര കൊറിയ 1ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചുവെന്നാണ് ദക്ഷിണ കൊറിയ പറയുന്നത്. അമേരിക്കയും ദക്ഷിണ കൊറിയയും ഫ്രീഡം ഫീൽഡ് എന്നറിയപ്പെടുന്ന ഒരു വാർഷിക സംയുക്ത സൈനിക അഭ്യാസം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കിമ്മിന്റെ ഉത്തര കൊറിയയിൽ നിന്ന് തങ്ങളുടെ പ്രവിശ്യയായ പടിഞ്ഞാറൻ കടലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ പാഞ്ഞെത്തിയത് എന്നാണ് ദക്ഷിണ കൊറിയൻ സൈന്യം സ്ഥിരീകരിച്ചത്. അമേരിക്കയുമായി അടുത്ത സഹകരണത്തോടുകൂടി തങ്ങളുടെ സൈന്യം നിരീക്ഷണം ശക്തിപ്പെടുത്തുകയും ചെയ്തുവെന്നും ദക്ഷിണ കൊറിയൻ വക്താവ് അറിയിച്ചു. അമേരിക്ക ദക്ഷിണ കൊറിയയിൽ 10,000-കണക്കിന് സൈനികരെ വിന്യസിച്ചതിലും സഖ്യകക്ഷികൾ പതിവായി സംയുക്ത അഭ്യാസങ്ങൾ നടത്തിയതിലും പ്രകോപിതരായാണ് ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങൾക്ക് നേരെ തൊടുത്തുവിട്ടത് എന്ന് ദക്ഷിണ കൊറിയ ചൂണ്ടിക്കാണിച്ചു. ആണവായുധങ്ങൾ കൈവശമുള്ള ഉത്തര കൊറിയ നേരത്തെ തന്നെ അമേരിക്ക ദക്ഷിണ കൊറിയ സൈനികാഭ്യാസത്തെ പ്രകോപനപരമായ പ്രവൃത്തി എന്ന് വിശേഷിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. ആകസ്മികമായ ഒരു ഒറ്റ വെടിയിലൂടെ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ച് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കൊറിയൻ ഉപദ്വീപിലെ രൂക്ഷമായ സ്ഥിതിഗതികൾക്ക് വഴിവെക്കുന്ന അപകടകരമായ പ്രകോപനപരമായ പ്രവൃത്തിയാണ് ഇതെന്നും ഒറ്റ വെടിവെപ്പിലൂടെ ഇരുപക്ഷവും നേരിട്ടുള്ള സംഘർഷത്തിന് കാരണമായേക്കാമെന്നും ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതായി കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. 10 ദിവസം നീണ്ടുനിന്നതാണ് ഈ ഫ്രീഡം ഫീൽഡ് 2025 എന്ന അഭ്യാസ പ്രകടനം. മാർച്ച് 20 വരെ പരിശീലനം തുടരുമെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്.
മാർച്ച് 6-ന് അമേരിക്കൻ സേനയുമായുള്ള സംയുക്ത പരിശീലനത്തിന്റെ 2 ദക്ഷിണ കൊറിയൻ വ്യോമസേന യുദ്ധവിമാനങ്ങൾ ഒരു ഗ്രാമത്തിൽ അബദ്ധത്തിൽ 8 ബോംബുകൾ വർഷിച്ചതിന് ശേഷമാണ് ഏറ്റവും പുതിയ പരിശീലനം നൽകുന്നത്. ആ സംഭവത്തിൽ സാധാരണക്കാരും സൈനികരും ഉൾപ്പെടെ 31 പേർക്ക് പരിക്കേറ്റതായി ദക്ഷിണ കൊറിയൻ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഉത്തര ദക്ഷിണ കൊറിയൻ രാജ്യങ്ങൾ തമ്മിൽ വർഷങ്ങളായി നല്ല ബന്ധത്തിലല്ല ഉള്ളത്. കഴിഞ്ഞ വർഷം ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾ ലംഘിച്ച ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു. 1950-53 കാലഘട്ടത്തിൽ ഇരു കൊറിയകളും തമ്മിൽ നടന്ന സംഘർഷം സമാധാന ഉടമ്പടിയിലല്ല, മറിച്ച് ഒരു യുദ്ധവിരാമത്തിൽ അവസാനിച്ചതിനാൽ സാങ്കേതികമായി ഇരു രാജ്യങ്ങളും ഇപ്പോഴും ശീതയുദ്ധത്തിലാണ് ഉള്ളത്. പ്രതിസന്ധിയിലായിരിക്കുന്ന തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് അത്യാവശ്യമായി വേണ്ടത് വിദേശ കറൻസിയാണെന്ന ബോധ്യം വന്നതോടുകൂടിയാണ് ഉത്തര കൊറിയ അന്താരാഷ്ട്ര യാത്രക്കാർക്കായി വാതിലുകൾ തുറന്നുകൊടുത്തിരിക്കുന്നത്. കോവിഡ് മഹാമാരി സമയത്താണ് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ അതിർത്തികൾ അടച്ചുപൂട്ടി സീല് ചെയ്തത്. ഇനി മുതൽ വിദേശ സഞ്ചാരികൾക്ക് ഉത്തര കൊറിയയിലേക്ക് കടന്നുവരാം. ഇതോടെ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് ഭരണകൂടം വിശ്വസിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഉത്തര കൊറിയയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. വിനോദസഞ്ചാരികൾക്കുണ്ട് ചില നിയന്ത്രണങ്ങൾ. വിദേശ യാത്രകൾക്ക് ഉത്തര കൊറിയ സാധാരണയായി ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളുണ്ട്. അതിൽ ചിലത് പ്രാദേശിക ഗൈഡുകൾക്കൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കൂടാതെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എന്നിവ പാടില്ല തുടങ്ങിയവയാണ്. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ കിഴക്കൻ തീരത്ത് വലിയ ടൂറിസം കേന്ദ്രം തുറന്നേക്കും. കിഴക്കൻ തീരപ്രദേശവും ഈ പ്യോങ്യാങ്ങും വിദേശ വിനോദസഞ്ചാരികളെ എളുപ്പത്തിൽ നിരീക്ഷിക്കുവാനും നിയന്ത്രിക്കുവാനും കഴിയുമെന്ന് ഉത്തര കൊറിയ കരുതുന്ന സ്ഥലങ്ങളാണ്. അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് ഉത്തര കൊറിയ 2024 ഫെബ്രുവരിയിൽ 100 റഷ്യൻ വിനോദസഞ്ചാരികൾ എത്തിയിരുന്നു എന്നാണ്. ഉത്തര കൊറിയയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും പ്രധാന സഖ്യകക്ഷിയുമായ ചൈനയിൽ നിന്നാണ് പകർച്ചവ്യാധിക്ക് ശേഷമുള്ള ആദ്യ വിനോദസഞ്ചാരികൾ വരുന്നത് എന്ന് കരുതിയ പല നിരീക്ഷകരെയും ഇത് അത്ഭുതപ്പെടുത്തിയിരുന്നു. 2024 ഉടനീളം 880 റഷ്യൻ വിനോദസഞ്ചാരികൾ ഉത്തര കൊറിയ സന്ദർശിച്ചതായി ദക്ഷിണ കൊറിയയുടെ ഏകീകരണ മന്ത്രാലയം അറിയിച്ചു. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഉത്തര കൊറിയ ആയുധങ്ങൾ നൽകിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതാണ്. ഉത്തര കൊറിയയും റഷ്യയും പരസ്പരം എത്രമാത്രം അടുത്തുവെന്ന് ഇത് കാണിക്കുന്നുണ്ട്. എന്നാൽ കോവിഡിന് മുൻപ് ഏകദേശം 3 ലക്ഷം ചൈനീസ് വിനോദസഞ്ചാരികൾ ഉത്തര കൊറിയ സന്ദർശിച്ചിരുന്നു. ഇത് ആകെ വിനോദസഞ്ചാരികളുടെ 90% വരും. 1980കളിലാണ് ഉത്തര കൊറിയയിലെ ടൂറിസം വികസനത്തിന് തുടക്കമാകുന്നത്. നാഷണൽ ടൂറിസം അഡ്മിനിസ്ട്രേഷൻ ഓഫ് നോർത്ത് കൊറിയ സ്ഥാപിക്കപ്പെടുകയും രാജ്യം ഐക്യരാഷ്ട്രസഭയുടെ ലോക ടൂറിസം ഓർഗനൈസേഷനിൽ ചേരുകയും ചെയ്തിരുന്നു. ഉത്തര കൊറിയയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ 24 മണിക്കൂറിനുള്ളിൽ സർക്കാർ അധികാരികളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. വിദേശത്ത് നിന്നെത്തുന്ന വിനോദസഞ്ചാരികൾ തദ്ദേശവാസികളുമായി ഇടപഴകുന്നതിന് നിയന്ത്രണമുണ്ട്. അനുമതിയില്ലാതെ ഉത്തര കൊറിയക്കാരുമായി സംസാരിക്കുന്നത് ചാരവൃത്തിയായി കണക്കാക്കും. അതിന് തക്കതായ ശിക്ഷയും ലഭിക്കും.